അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 63 മുതലാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാതിൽ ബർരി വൽ ബഹ്ർ തദ്ഊനഹു തളർറുഅൻ വഖുഫിയ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക, പറയുക, മൻ യുനജ്ജീകും മിൻ ളുലുമാതിൽ ബർരി വൽ ബഹ്ർ, കരയിലും അതുപോലെ കടലിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് ആരാണ്? അതായത് ഇവര് ഒരുപാട് വിഗ്രഹങ്ങളെ അവർ ആരാധിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയം തൊട്ടുണർത്തുകയാണ്. ഇവര് കടലിലൂടെയുള്ള യാത്ര അല്ലെങ്കിൽ കരയിൽ പ്രയാസമേറിയ വരൾച്ച അതുപോലുള്ള ക്ഷാമം ഒക്കെ വരുന്ന സമയത്ത് അവർ അള്ളാഹിനോട് ദുആ ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു വിഷയം വിടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കരയിലും കടലിലുമുള്ള നിങ്ങളെ നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാരാണ്? തദഊനഹു, ആ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിളിക്കുന്നു. തളർറുഅൻ വഖുഫിയ, വളരെ ഭവ്യതയോടെ, താഴ്മയോടെ, രഹസ്യമായിട്ട് അത്തരം ഘട്ടങ്ങളിൽ ആ റബ്ബിനെ നിങ്ങൾ വിളിക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയും, ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഈ ഒരു പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ നന്ദി ചെയ്യുന്നവരുടെ, കൃതജ്ഞരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്ന് നിങ്ങൾ പറയും. പക്ഷേ കാര്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണല്ലോ എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇവിടെ കടലിലും കരയിലുമുള്ള ളുലുമാത്ത് ശരിക്ക് അന്ധകാരങ്ങൾ എന്നാണ്. ളുലുമാത്ത് പറഞ്ഞാൽ ഇരുട്ടുകൾ എന്നാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശം എന്താ പറയുക, മശഖത്താണ്, വലിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഇരുട്ടിന് സമാനമാണല്ലോ. എന്റെ മുഖത്തെന്തൊരു വെളിച്ചല്ലാത്തതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ അലട്ടുന്ന വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ കുട്ടികളോടൊക്കെ ചിലപ്പോൾ അങ്ങനെ ചോദിക്കലുണ്ട്. ടൂറ് പോകാനും പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ, ഓൻ കരുതിയ ബാഗ് കമ്പനി തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കറുത്ത മാരിക്കേക്കാരം, ഒരു ഇരുട്ടുള്ള മാരിക്കേക്കാരം. എന്നാൽ അതേ സമയത്ത് ഓൽക്കനുസരിച്ച് നിന്ന് കൊടുക്കുകയാണെങ്കിലോ നല്ല പ്രകാശം പോലെ കാരണം. അങ്ങനെ സാധാരണ നമ്മൾ അനുഭവപ്പെടുന്ന. ഇവിടെ അല്ലാഹു തആല ദുലുമാത്ത് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. അത് ഇരുട്ടിന് സമാനമാണ്. അതായത് വലിയ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രയാസം ഉണ്ടാകുമ്പോഴും എല്ലാത്തുമ്പോഴൊക്കെ ഒരേപോലെ തന്നെ. കാരണം എന്താ വെച്ചാൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഓവറായിട്ട് വിഷമിക്കാനും പാടില്ല, അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത് ഓവറായിട്ട് നമുക്ക് സന്തോഷിക്കാനും പാടില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് വിധങ്ങൾ ഒരു ദുആ എപ്പോഴും ചെല്ലാൻ പറഞ്ഞത്. ഒരു പിന്നെ ദിക്ർ, റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. കാരണം റബ്ബായിട്ട് അള്ളാനെ ഞാൻ പൊരുത്തപ്പെട്ടു, നബിയായിട്ട് മുഹമ്മദ് നബിയെയും അതുപോലെ തന്നെ പിന്നെ മതമായിട്ട് ഇസ്ലാമിനെയും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, റളീനാ ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, ഇത് എന്ത് തന്നെ വന്നാലും അതുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെടണം എന്നുള്ളതാണ്. കാരണം ഓൻ ചിന്തിക്കേണ്ട എന്താണ്, എന്റെ റബ്ബ് ഇൻകയിൽ ഹൈർ കണ്ടിട്ടുണ്ടോ, അതുകൊണ്ട് അങ്ങനെ വിധിച്ചു. അപ്പോ നമ്മൾ അസ്വസ്ഥരാകുമ്പോ അതിന്റെ അർത്ഥം എന്താണ്, റബ്ബ വിധിച്ചത് ശരിയല്ല എന്ന് പറയും പോലെ ആവുന്നതാണ്. അതുകൊണ്ടുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ പത്നിയായ റഹ്മത്ത് ബീവി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് റബ്ബിനോടൊന്ന് ദുആയിരുന്നൂടെ ഈ പ്രയാസം നീങ്ങാൻ. അപ്പൊ അയ്യൂബ് നബി പറഞ്ഞെന്താ വെച്ചാല്, എടി നമ്മൾ പ്രയാസമൊന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് ഇപ്പൊ എത്ര കാലം ജീവിച്ചു എനിക്കറിയാം വെച്ചു. അപ്പൊ 80 ചില്ലാനം കൊല്ലം അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. രോഗമായിട്ട് ഇപ്പൊ എത്രയായി എന്ന് വെച്ചു. അപ്പോ റഹ്മത്ത് ബീവിയാണ് രോഗമായിട്ട് ഇപ്പൊ 18 കൊല്ലായി. ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാ അള്ളാഹു സുഖം തന്നതും ഇതും, അപ്പോൾ കൂടുതൽ നമുക്ക് സുഖമുള്ള കിട്ടി.
അപ്പോൾ പിന്നെ ഞാൻ അല്ല അങ്ങനെ ചോദിച്ചാൽ പടച്ചോനജ്ജ് എനിക്ക് കണക്കാക്കിയത് ശരിയല്ല എന്ന് പറയും പോലെ ആവോ ഓലൊക്കെ ഈമാനം ഉണ്ടാട്ടോ. നമ്മൾ ചോദിക്കണം. നമ്മൾ അള്ളാഹുവിടെ നല്ലോണം, അതിനാണ് നമുക്ക് പരീക്ഷണം തരേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടമാണത് ഏത് നമ്മൾ ചോദിക്കുന്നത്. ആ ഖുർആൻ തന്നെ പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെയാണ് അതിനെ പറ്റി അള്ളാഹു തആല പറയുന്നത്. നോമ്പ് നോൽക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് അതിന്റെ മസാലകളൊക്കെ പറഞ്ഞിട്ട് യാത്രക്കാരെയും പിന്നെ അതുപോലെ തന്നെ രോഗികളൊക്കെ ഓൽക്കുള്ള ഇളവൊക്കെ പറഞ്ഞിട്ടാണ് ഏത് പറയുന്നത് എന്നെ പറ്റി ചോദിക്കും. അപ്പോൾ പറഞ്ഞോണ്ട് ഞാൻ ഓലോട് വളരെ അടുത്ത് നിൽക്കുകയാണ്, ചോദിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തോണ്ട് എന്ന് അള്ളാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഈ മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസമില്ല. അവര് ഒരുപാട് വിഗ്രഹങ്ങളെ അവിടെ പോയിട്ട് ചെലവഴിക്കുന്നവരാണ്, സമയം ചെലവഴിക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകൾ നടുക്കടലിൽ കുടുങ്ങുമ്പോ പായക്കപ്പൽ മുങ്ങാൻ പോകുമ്പോ അപ്പോൾ കയ്യിലുള്ള വിഗ്രഹങ്ങളെ പുറത്തേക്ക് എറിയാണ്. നിർത്തി, ഞാൻ നിർത്തി എന്നുള്ള രൂപത്തിൽ ഇനി ഒരിക്കലും ഇതിമല്ല. പക്ഷെ എന്നാ രക്ഷപ്പെട്ട് കരയിലെത്തിയാലോ വാക്ക് മാറും. എന്നാളൊരിക്കൽ പറയുന്നുണ്ട് അങ്ങനെ വാക്ക് മാറാത്ത ഒരാളെ അറിയങ്ങള് ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മോനെ. ഉപരി ശരിക്കും അവിടുന്ന് മക്കത്തിൽ നിന്ന് പുറപ്പെട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഈ വിഷയങ്ങൾ വരുന്ന പഴയ പോലല്ല എന്ന് നമുക്ക് കുറച്ച് ശക്തിയൊക്കെ കൂടിയപ്പോ അങ്ങനെ ആ യാത്രയിലാണ് ഇവര്, സമുദ്രയാത്രയിലാണ് ഇവരുടെ പായക്കപ്പല് കാറ്റിൽ പെട്ടിട്ട് അപകടത്തിൽപ്പെട്ട്. വേറെ ആളുണ്ട്, അവരുടെ അടുത്ത് വിഗ്രഹമുണ്ട്. അതുപോലെ കുടുങ്ങിയപ്പോൾ എന്ത് ചെയ്തു, കടൽ കറിഞ്ഞു. ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഞങ്ങൾ നന്നേക്കോളാറും. കാറ്റ് ശാന്തായി, ഇവര് സുരക്ഷിതമായി തിരിച്ചെത്തി. ഒരാൾ മാത്രം ഇക്രിമ റളിയല്ലാഹു അൻഹു ഞാൻ വാക്ക് പാലിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം പുണ്യ നബിയുടെ അരികെ വന്ന് ഷാഫിമല്ലേ. നമുക്ക് വലിയ കിട്ടലാണ്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുമ്പോൾ പിന്നെ അടുത്ത് ആരെ പറയാ. കാരണം ആ കാലഘട്ടത്തിലെ വലിയ ഖുർആൻ വ്യാഖ്യാതാക്കളെ തഫ്സീറിലൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണും ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം എങ്ങനെയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം എങ്ങനെയാണ്. ഒക്കെ ശരിയാണ്, ഓരോരുത്തർക്കും അതിൻ്റെതായ എവിഡൻസുകൾ ഉണ്ടാവും. അവിടെ വാക്ക് പാലിച്ചവരുണ്ട്, അധികവും വാക്ക് പാലിക്കാത്തവരാണ്. അവരെയാണ് ഇവിടെ പ്രത്യേകം എന്ത് ചെയ്യുന്നത്, എടുത്തു പറയുന്നതെന്നാണ്. ഒരു പറയും ഞങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, നന്ദി ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞത് ഒരു തളറു എന്നാൽ ശരിക്ക് ഭയങ്കര ഭവ്യത കണ്ടല്ലോ. പറ്റങ്ങട്ട് ആ കാര്യം നേടാൻ വേണ്ടി പറ്റ താന്നു കൊടുക്കുക. അതുവരെ ഓല അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വിഗ്രഹാരാധന നടത്തിയിട്ട് കുടുങ്ങുമ്പോൾ ഓല എന്ത് ചെയ്യാണ്, ഓല് പറ്റ ഈ പിന്നെ തളറു എന്ന് പറഞ്ഞാൽ തന്നെ ലിറാഅത്ത് വന്നതാണ്. അതായത് അത് ഷിദ്ദത്തുൽ ഫഖർ എന്നാണ്, വൽഹാജ. അതായത് അതിശക്തമായ ദാരിദ്ര്യവും അതിശക്തമായ ആവശ്യവും. പണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണമൊന്നും കിട്ടാതെ മദിയനിലെത്തിയപ്പോ ആ പാറപ്പുറത്ത് ഇങ്ങനെ കയറിയിരുന്ന് പറഞ്ഞ് ഖുർആൻ പറയുന്നുണ്ടല്ലോ, പടച്ചോനെ ഞാനിപ്പോ നിന്നിലേക്ക് വല്ലാത്തൊരു ഫഖീറാണ് എന്ന് പറഞ്ഞാൽ 8 ദിവസത്തോളം ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് വെറും ഈ ചെടിയൊക്കെ കിട്ടിയത് ഇങ്ങനെ, അതായത് അദ്ദേഹത്തിന് തോന്നാണ് ഇതുകൊണ്ട് വിഷമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയേ പറ്റാവുന്ന ചെടികൾ മാത്രമാണ് തിന്നത്. പിന്നെ വെള്ളം കിട്ടിയെന്ന് കുടിച്ചത് 8 ദിവസം. എന്നിട്ടാണ് അദ്ദേഹം ആ പാറപ്പുറത്ത് കയറി റബ്ബേ ഞാൻ നിന്നിലേക്ക് വല്ലാതെ ആവശ്യമുള്ളതാണ്. അപ്പോഴാണ് പിന്നെ ശുഐബ് നബിയുടെ മോള് ഇങ്ങനെ വരുന്നത്, ഇന്ന അബിയതൊക്കെ എന്റെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ട്. എന്തിനാ, നിങ്ങളെ നമ്മളൊന്ന് സഹായിച്ചിട്ടുണ്ടല്ലോ ഇവിടെ, അതിന് പകരം നിങ്ങൾക്ക് പ്രതിഫലം തരാനാണ്. അപ്പം മൂസാ നബി പറഞ്ഞു വേണ്ട, കാരണം നമ്മൾ അങ്ങോട്ട് ചെയ്തത് പ്രത്യുപകാരത്തിന് വേണ്ടിയല്ല. അപ്പൊ അവര് വീണ്ടും പറയണം നിങ്ങളെ വാപ്പ സുഖല്ലാതെ കിടക്കുകയാണ്. ശുഐബ് നബിയാണെന്നൊന്നും അവർക്കറിയില്ല. അവിടെ ആ ഫഖീർ എന്നുള്ള വാക്ക ഉപയോഗിച്ച അദ്ദേഹം അങ്ങനെ ശുഐബ് നബിന്റെ അടുത്ത് പോയി. അങ്ങനെ പിന്നെ അവിടെ എന്ത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ റിസ്ക് കണക്കാക്കിയത് അവിടെ പിന്നെ. അപ്പൊ ശരിക്ക് അങ്ങനെ നമ്മൾ ആവശ്യം. അപ്പോഴാണ് ഈ പിന്നെ ഈ തളറൂൾ എന്ന് പറഞ്ഞത്, അതിന്റെ ഉദ്ദേശം അതാണ്. വല്ലാതെ അങ്ങട്ട് കുടുങ്ങുമ്പോ പറ്റങ്ങട്ട് വിനയാന്യതനാവുക. അത് അള്ളാഹുവിന്റെ മുന്നിൽ ഈ മക്ക മുശ്രിക്കുകളും കാണിക്കും രഹസ്യമായിട്ട്. വേറെ ഒരു രക്ഷയില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഓൽക്കൊരു അഭിമാന പ്രശ്നമാണ്. കാരണം ഒരുപാട് പേരുകളിൽ ഈ വിഗ്രഹങ്ങളുണ്ട്, അതിനൊക്കെ ആരാധിക്കുന്നവരാണ്. എന്നാൽ അവ കുടുങ്ങുമ്പോ അതുകൊണ്ടൊന്നും ഇപ്പൊ കാര്യമല്ല. ആ സാധനം ഒരേ കയ്യിൽ തന്നെ ഉണ്ട്. രക്ഷയ്ക്ക് പഠിച്ചോ തന്നെ വേണം രഹസ്യമായിട്ട്. എന്നിട്ട് പറയാം ഞങ്ങൾ നന്ദിയുള്ളവരിൽ പെടും. ഈ നമ്മൾ ഈ ശുക്ർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, നമ്മളൊക്കെ പറയല്ലോ ശുക്ർ ചെയ്യണം എന്ന് പറയല്ലോ. ഈ കൃതജ്ഞത എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ, അൽ ഇഅ്തിറാഫു ബിന്നിഅമതി മഅൽ ഖിയാമി ബിഹഖിഹാ.
അതായത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിനെ, ആ നിഅമത്തിനെ നമ്മൾ സമ്മതിച്ചിട്ട് അതിന്റെ ഹക്കോടുകൂടെ യഥാർത്ഥ രൂപത്തിൽ എന്ത് ചെയ്യാ, അതിന് നന്ദി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഏതായിരിക്കും? തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ടോപ്പിലെ നിഅമത്ത് അള്ളാഹു നമുക്ക് നൽകിയ ഏതാ? മുസ്ലിമാ അല്ലേ? ഹിദായത്താണ്. അങ്ങനെ നോക്കൂ, നമ്മൾ ഒരു ഒന്നാന്തരം ഒരു മുസ്ലിം ആകുക പേരിലല്ല, ഹിദായത്ത് കിട്ടണം യഥാർത്ഥത്തിൽ. അതാണ് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത്. അത് അതിന്റെ ഇതെന്താ അറിയോ? ഇപ്പൊ നമ്മള് ഫാത്തിഹ സൂറത്തിൽ എങ്ങനെയാ വരക്കുന്നത്? യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗം. ഈ അനുഗ്രഹം ലഭിച്ചവർ എന്ന് പറഞ്ഞതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒന്നാമതായിട്ട് പറയുന്നത് അത് മുത്ലഖൻ മുഅ്മിനീങ്ങളാണ്. അതായത് ലോകത്ത് ഏതൊക്കെ ഭാഗത്ത് എവിടൊക്കെ ഈമാനുള്ള ഒരാളുണ്ടോ ഓനാണ് അള്ളാന്റെ അനുഗ്രഹത്തിന് പാത്രമായത്. ഹിദായത്ത് കിട്ടിയ ആള് ആരും ഏത് ഭാഗത്താണെങ്കിലും. അപ്പൊ നമ്മൾ ദ്വാരിക്കുന്ന എന്തിനാണ്? ഓരോ കൂട്ടത്തിൽ പെടാനാണ്. ഇനി വേറെ അഭിപ്രായം എന്താ? മുസ്ലിം ആയതിന്റെ പേരിൽ കഠിനമായ പ്രയാസങ്ങൾ വന്ന ഒരാള്, ആണാവട്ടെ പെണ്ണാവട്ടെ, എന്നിട്ടും അവൻ ആദർശത്തിൽ ഉറച്ചു നിന്നവൻ, അവനാണ് ഏറ്റവും വലിയ നിഅമത്ത് കിട്ടിയവന്. അവരോട് കൂടെ സ്വർഗത്തിലെത്താൻ ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ദ്വാരക്കേണ്ടത്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഉമ്മത്തില് ആദ്യഘട്ടത്തിൽ ഏറ്റവും ബീഭത്സമായി പീഡിപ്പിക്കപ്പെട്ടത് യാസിർ റളിയല്ലാഹു അൻഹു ആണ്. പെണ്ണുങ്ങളെ കൂട്ടത്തില് അവരുടെ പത്നി സുമയ്യ ബീവിയാണ്. ഒരിക്കലിട്ട് സഹിക്കാൻ കഴിയാറ്റ് നബിയോട് ചെന്ന് ചോദിച്ചു, നബിയെ നമ്മളൊക്കെ ഹഖിൽ തന്നെയല്ലേ? ആണ്. ഈ അക്രമകാരികൾ ബാത്തിനിന്റെ ആളുകളല്ലേ? ആണ്. എന്നിട്ടും എന്തേ നബിയെ എത്ര പീഡനങ്ങൾ നമുക്ക്? നബി തങ്ങൾ പറഞ്ഞു, യാസിർ നിങ്ങളെ കുടുംബത്തെ എന്ത് കാത്തിക്കുണ്ട്? സ്വർഗം കാത്തിക്കുണ്ട്. നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്, നിങ്ങൾ പേടിക്കണ്ട. അവൻ ഉപരിക്ക് ഇനി പ്രശ്നമില്ലാ തീരുമാനമായി. അപ്പൊ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ അവരാ ഉദ്ദേശം. അത് ഓരോ കാലത്തുണ്ട്. മൂസാ നബിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്, ഫിറഔനാല്, ഓരോ കാലത്തും നല്ല നല്ല ഈമാനുള്ള ആളുകളുണ്ട്. ഈ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം അതുകൊണ്ട് ഉദ്ദേശം ഇപ്പൊ ഖുർആനാണത് പറയുന്നത്. അപ്പൊ ഖുർആന്റെ മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്ത്, ഇൻജീല്, അത് രണ്ടുള്ള കാലത്ത് അതിൽ മാറ്റത്തിരുത്തലുകൾ നടത്തുന്നതിന്റെ മുമ്പ് അതിൽ വിശ്വസിച്ച കുറച്ച് മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥ തൗറാത്തിലും യഥാർത്ഥ ഇൻജീലും വലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഹിദായത്ത് എന്നാണ് പറയുന്നത്. ഒരുപാട് അഭിപ്രായങ്ങൾ അതിനുണ്ട്. ഇനി നിസാഹ് സൂറത്തിൽ പറയുന്ന അമ്പിയാക്കള്, സിദ്ദീഖുകള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, അവരാണ് അതുകൊണ്ട് ഉദ്ദേശം. എന്തായിരുന്നാലും റബ്ബിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരോട് കൂടെ ഞങ്ങളെയും ചേർത്തണേ എന്ന് പറയുമ്പോ അത് ഹിദായത്ത് കിട്ടിയ നല്ല മോമിനീങ്ങൾ, ആ മുസ്ലിം എന്നത് അന്വർത്ഥമാക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ അതിന് അള്ളാഹ്ക്ക് ശുക്റുള്ളവരാണ്. അൽഹംദുലില്ലാഹ് ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി സമയം ചെലവാക്കുന്നുണ്ടല്ലോ, വലിയ നന്ദിയാണത്. കാരണം അള്ളാഹ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം റബ്ബിന്റെ കലാമുമായി നമ്മൾ ബന്ധപ്പെടല് റബ്ബിലേക്ക് പാലം കിട്ടും പോലെയാണ്. രണ്ട് കാര്യമാണ് നമുക്കുള്ള. അങ്ങനെ ഒന്ന് നിസ്കാരം, ഒന്ന് ഖുർആൻ. നിസ്കാരം നമ്മളെ മൊഴിജാത്ത. ഇപ്പോ പിന്നെ ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ പോകുന്ന മലക്കാള് വന്നിട്ട് ഒരു പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്, ഖാലൂ സലാം ഖാല സലാം. ഒരു സലാം പറഞ്ഞു, അത് മടക്കിയതാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹു എന്നുള്ള സലാമാണ്. ഇബ്രാഹിം നബി ഖലീലുള്ള ആയതുകൊണ്ട് മലക്കൾ മുഖേന കൊടുത്താണ്. എന്നാൽ അതിലൊരു പടി മുകളിലാണ് അന്ത്യപ്രവാചകർ ഹബീബുള്ളയാണ് നേരെ കൊടുത്തത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആണ് പിന്നെ തയ്യാത്തായിട്ട് വന്നത്. അത് ആ മിഅ്റാജിന്റെ യാത്രയിൽ നേരിട്ട് കൊടുത്താണ്. നമ്മക്കോ? അപ്പൊ അവര് നോക്കൂ, സീനാ പർവ്വതത്തിൽ വെച്ചിട്ട് സംസാരം കേൾപ്പിച്ചു. 7 ആകാശങ്ങൾക്കപ്പുറത്ത് 70 മേഖലകൾ വിട്ട് കിടന്നിട്ട് അവിടെ നേരെ കാണാനുള്ള അവസരം കൊടുത്തു. എന്നാ നമുക്ക് രണ്ടുമില്ല. പക്ഷേ നമുക്ക് അള്ളാഹുവായിട്ടും ബന്ധപ്പെടാനുള്ള ആ മുനാജാത്ത് ഒന്ന് നിസ്കാരാണ്, രണ്ടാമത്തത് ഖുർആൻ പാരായണം. നംൽ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് 2-3 കാര്യങ്ങൾ വസിയത്ത് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഭാഗത്ത് അതിൽ ഒന്നെന്താ അറിയോ? ഖുർആൻ ഓതണം.
അതും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയെ. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ചില പോയിന്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ അറിയുമ്പോഴേ അപ്പോഴാണ് നമ്മൾ ഇതിന്റെ മഹത്വം അറിയാം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. കൂലി കൂട്ടാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മളെ കണ്ണ്, ശുക്രും കൂടിയാണ് പറയേണ്ടത് കേട്ടോ, നന്ദി ചെയ്യണ്ടേ. നമ്മളെ കണ്ണ്, നമ്മളെ കാത്, നമ്മുടെ നാവ്, നമ്മുടെ ഹൃദയം, നമ്മുടെ കൈവിരലുകൾ, ഇതൊക്കെ ഒരേ സമയത്ത് പിന്നെ അള്ളാഹ് തന്നതിന് അങ്ങോട്ടൊരു ശുക്ർ ചെയ്യേണ്ട ഒരു രീതി നമ്മൾ സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, മുത്തുനബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. ഒന്ന്, ഉറങ്ങുന്ന ആളുകളോ നിസ്കരിക്കുന്ന ആളുകളോ പരിസരത്തില്ലെങ്കിൽ നമ്മൾ ഓതുമ്പോൾ കുറച്ച് ഉറക്കം ഓതണം. നമ്മൾ ഈ കാരണന്മാരൊക്കെ അങ്ങനെ തന്നെയല്ലേ, കരിയുന്ന ഓതുകയാണെങ്കിൽ അത് തൈരി കുത്തന്നെ അങ്ങനെ ഓതും. ഇനിയിപ്പോൾ അത് വേറുള്ളവർക്ക് അതിന്റെ മഹത്വം ഒന്നും അറിയില്ല. ശൈത്താന്മാർ അവിടെ നിന്ന് പോകേണ്ടതും ആ വീട്ടിൽ വർക്കത്ത് വരേണ്ടതും അറിയിട്ടാണ്. ഇനിയിപ്പോൾ ഒരാളിപ്പോൾ അങ്ങനെ വരാന്തി കുത്തന്നെ ഓതുകയാണ്. ഇനിയിപ്പോൾ ഇയാളെ പെണ്ണുങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, മൂപ്പരെ എവിടെ വെച്ചാൽ അവിടെ ആ കൂടെ എണ്ണി പറക്കി കുത്തിരിക്കണമെന്ന് പറയും ചിലപ്പോൾ. പിന്നെ അവിടെ ഓതി മൂപ്പർക്ക് അല്ലാത്ത പണിയില്ലല്ലോ, അതുകൊണ്ടാണ് മറ്റൊരു ജീവിച്ചു പോകേണ്ടത് പോലും മനസ്സിലാകാത്തോണ്ടാണ്. കുറച്ച് ഉറക്കനെ ഓതണം. എന്തിനറിയോ? അത് നബി തങ്ങൾ പഠിപ്പിക്കാണ്. ഈ ഉറക്കനെ കുറച്ച് ഉറക്കം നമ്മൾ ഓതുമ്പോൾ നമ്മളെ കാതിലൂടെ അത് നമുക്ക് തന്നെ കിട്ടുകയാണ്. ഒന്ന്, അപ്പൊ എന്തായി? നമ്മളെ നാവ് അള്ളാഹു നമുക്ക് തന്നത് മുതലാക്കി, അതിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാം. പിന്നെ കാണാതെ അറിയുന്നത് നമ്മൾ കണ്ടോതണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഓതണം എന്നല്ല, അതിൻ്റെതായ കൂലി ഉണ്ടാവും. അപ്പൊ നമ്മള് കണ്ടിങ്ങനെ ഓതുമ്പോൾ കണ്ണ് മുതലാക്കിയാണ്. ഇനി നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിരല് വരച്ചോണ്ടിയാണ്. അന്നൊക്കെ തോല് മരത്തിന്റെ പലകമ്മല് ഒക്കെ എഴുതിയാൽ അതൊക്കെ വലിയ റിസ്ക് ആയിരുന്നു അന്നൊക്കെ കേട്ടോ. അത് കജ്ജി പിടിച്ചാണത് അയ്യങ്ങനെ വിരല് വെച്ച് ഈ പിന്നെ ഇതിന്റെ ആദാബുകൾ പറഞ്ഞെടുത്ത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യം. നമുക്ക് നല്ല സൗകര്യമാണ്. കാരണം എന്താ, നമുക്ക് ഇന്നിപ്പോ ഈ കടലാസ് രൂപത്തിലുള്ളത് ഒതുങ്ങുന്നതാണ് നമ്മളെ കയ്യിൽ കിട്ടും. അപ്പൊ നമ്മൾ ഓതുന്ന സമയത്ത് ഈ വിരലിങ്ങനെ അയിമക്കൂടി നടത്തുകയാണെങ്കിൽ അള്ളാഹു താല നമുക്ക് ഈ വിരല് തന്നതിന് ഒരു ശുക്ർ ചെയ്യാണ്. ഒരു നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കാരേഷൻ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ എണ്ണം പിടിക്കണം കേട്ടോ, അൽഹംദുലില്ലാഹ് പറയുമ്പോൾ എണ്ണം പിടിക്കണം കേട്ടോ. അത് എന്തിനാ വെച്ചാൽ നമുക്ക് ഈ വിരല് പടച്ചോൻ തന്നതിന് അള്ളാഹ്ക്ക് നന്ദിയാണ്. അത് നിലനിർത്തി തരാനാണ്. നമ്മളിപ്പോൾ ഒരു സ്വലാത്ത് 100 വട്ടാണ് പള്ളിയിലാണ്, അപ്പോൾ ഉസ്താദ് പറയും എല്ലാവരും ഒപ്പം ചെല്ലണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കരുതുക? അതുകൊണ്ട് ഇപ്പം എണ്ണം പിടിച്ചിട്ടുണ്ടാ ലാഭമായി എന്നാ കരുതുക. ശരിക്ക് എണ്ണം പിടിച്ചുള്ള സുന്നത്താ അള്ളാഹിന്റെ ദിക്റുമായി ബന്ധപ്പെടുമ്പോൾ. എന്നതുപോലെ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ നമ്മൾ ഓതുന്ന ഭാഗത്തേക്ക് വിരല് നടത്തല് എന്ത് ചെയ്യാണ്? സുന്നത്താണെന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമുക്ക് പടച്ചോൻ ഇത് തന്നതിന് അള്ളാഹ്ക്ക് നന്ദി ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ശുക്ർ ചെയ്യാറിഞ്ഞാല് എന്താണ്? ഇതന്നെ നമ്മൾ അള്ളാഹുവിന് ഈ ആരാധനകൾ ഓരോന്നും അതിൻ്റെതായ യഥാർത്ഥ ചെയ്യലിലും കോലത്തിലും നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് വളരെ സുപ്രധാനമായ കാര്യമാണ്. അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്. അപ്പൊ ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങളെ അത് നമ്മളാണ് സമ്മതിക്കുകയാണ്. അങ്ങനെ അത് എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഹക്കോട് കൂടെ നിലകൊള്ളുക. നമ്മൾ തമ്മിൽ നന്ദി പറഞ്ഞാൽ നമ്മൾ കുറെ ആണ്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹിനോടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കുക, ഇത് റബ്ബ് തന്ന നിയമത്താണ്. എന്നിട്ട് അതിനോട് യോജിച്ച് യഥാർത്ഥ രൂപത്തിൽ ഒരാളെ കൊണ്ട് കഴിയൂല, എന്നാലും മാക്സിമം ഇത്തഖുല്ലാഹ മസ്തതഅ്തും എന്നാണല്ലോ, ആ രൂപത്തിൽ നമ്മൾ പരമാവധി അത് നിർവഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. എന്നിട്ട് വീണ്ടും പറയും, നോക്കൂ, ഖുലില്ലാഹു. ആദ്യം ചോദിച്ചല്ലോ, ആരാണ് കടലിലും അതുപോലെ കരയിലുമുള്ള വിഷമങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? നിങ്ങൾ അവനോടാണ് രഹസ്യമായും ഭവ്യതയോടുകൂടെ നിങ്ങൾ ദുആ ചെയ്യുന്നത്. നിങ്ങൾ പറയും, ഇതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ ഞങ്ങൾ നന്ദിയുള്ളവരാകും. എന്നിട്ട് വീണ്ടും പറയാൻ, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ. നബിയെ, അങ്ങ് അവരോട് പറഞ്ഞോളൂ, അല്ലാഹു യുനജ്ജീകും മിൻഹാ, ഈ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് അള്ളാഹുവാണ്. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുന്ന നബിയെ. ഇതിന്ന് മാത്രമല്ല, ഇപ്പൊ അവര് ഏതൊന്നിലാണോ അകപ്പെട്ടത് അത് മാത്രമല്ല, സർവ്വദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നത്, സർവ്വദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് ആ അള്ളാഹുവാണ്. ഈ കർബ് എന്ന് പറഞ്ഞാൽ തന്നെ ഗായത്തുൽ ഗമ്മ്,
ഏറ്റവും ടോപ്പിലെ പ്രയാസം. നമ്മൾ ഈ ഗമ്മ് വരും നമുക്ക് ചിലപ്പോൾ. അത് ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ഒരു ഇത് കിട്ടൂല, ഏകാഗ്രത കിട്ടൂല, ചിലപ്പോൾ കാര്യങ്ങൾ ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയൂല. എന്താ എനിക്കൊരു ഗമ്മുണ്ടല്ലോ അറിയാലോ. ആ ഗമ്മ് അതിന്റെ പാരമ്യതയിൽ എത്തുന്നതാണ് ഏത് കർബ് എന്ന് പറയുന്നത്. എല്ലാ കർബിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് അല്ലാഹുവാണ്. സുമ്മ അൻതും തുശ്രികൂൻ, എന്നിട്ടും നിങ്ങൾ ആ അല്ലാഹുവിലേക്ക് ശിർക്ക് വെക്കുകയാണ്. ശുക്രിന് പകരം ശിർക്കാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് വരുന്നത്. ഇത് ശരിക്കും നമ്മൾ ഉള്ളുണർത്തുകളല്ലേ. നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇപ്പൊ ചിലപ്പോൾ ചില മാതാപിതാക്കളൊക്കെ മക്കളൊക്കെ വല്ലാതെ ഇങ്ങനെ പിന്നെ എതിരൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോ വടിയെടുത്തിട്ട് 4 കൊടുത്തോണ്ടോ തോക്കെടുത്തോണ്ടോ വാളെടുത്തോണ്ടോ ഒന്നും ചിലപ്പോൾ ഫലം ചെയ്യാത്തത് ചിലപ്പോൾ പറയാണ്, ഉമ്മ പറയാണ്, വളരെ ശാന്തമായിട്ട് പറയാണ്, ഇത് അങ്ങനെ തന്നെ എന്നോടൊക്കെ ചെയ്യേണ്ടത്, എന്നോട് ഉപ്പാനോടൊക്കെ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. കാരണം എനിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ പണ്ട് ഇടങ്ങാറായതൊന്നും ഇപ്പം എനിക്കറിയില്ലല്ലോ. എനിക്ക് ചെറുപ്പത്തിലൊരു അസുഖം ഉണ്ടായിരുന്നു. 2 മാസം നമ്മൾ ഹോസ്പിറ്റലിലേ. ആ 2 മാസം ഞാനും ഉപ്പി ഉറങ്ങിയിട്ടില്ലേ. ഇങ്ങനെ പറഞ്ഞ അന്ന് എനിക്ക് ആ ചികിത്സക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അവിടുത്തെ ആ സ്ഥലം അന്ന് വിറ്റത്. അല്ലെങ്കിൽ പല ആൾക്കാരോടും ചോദിച്ചത്. എനിക്കിപ്പോൾ അതൊന്നും അറിയില്ലല്ലോ. ഇപ്പോ എനിക്ക് നല്ല സുഖമാണ്, പെണ്ണ് കെട്ടി നല്ല സൗകര്യമാണ്. ഇപ്പൊ പറക്കാനായപ്പോ എനിക്ക് ഞാനും ഇപ്പൊന്നും വേണ്ടല്ലോ, ആയിക്കോട്ടെ. ഓന് വള്ളടിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ഒരു സ്വബോധമുള്ള ആളാണെങ്കിൽ ഒരു മനസ്സത് തട്ടുമല്ലോ. ഓൻ തെറ്റ് തിരുത്തും, ഉറപ്പായിട്ട് തിരുത്തും. എന്താ കാരണം? ഓ അങ്ങനെ ചിന്തിക്കും, കുറേ ബാക്ക് കാലം. ഇവിടെ നോക്കുങ്ങൾ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ദുരിതം മാത്രമല്ല, സർവ്വകർബുകളിൽ നിന്നും സർവ്വ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് അല്ലാഹുവാണ്. എന്നിട്ടും നിങ്ങൾ ശിർക്ക് വെക്കാനുള്ളോ. സുമ്മ അൻതും തുശ്രികൂൻ, പിന്നെയും നിങ്ങൾ ശിർക്ക് വെക്കുകയാണല്ലോ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. ഇത് ആഴത്തിൽ ചിന്തിച്ച് ചില ആളുകൾ അങ്ങനെയാണ്, നമ്മള് പിന്നെ ആഴത്തിൽ ചിന്തിക്കണം. അതായത് നമ്മളെ വാല അമ്മിന്റെ ചോട്ടിലാകരുത്. അബൂജഹലിന്റെ ഇത് പറ്റി ജീവിക്കുന്ന കുറെ ആൾക്കാർ, വലീദുൽ മുഗീറയുടെ പറ്റി, ഇവരൊന്നും നന്നാവൂല. ഓൽക്കൊന്നും പറയാൻ കഴിയൂല. എന്നാൽ ചിലര് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. അങ്ങനെ അവരെന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പോലും പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രഖ്യാപിക്കലോടുകൂടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹു മിഫ്താഹുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് സ്വർഗത്തിന്റെ താക്കോലാകുന്നു. സ്വർഗത്തിന്റെ താക്കോലാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ കാണാം, വലാ ബുദ്ദ ലിൽ മിഫ്താഹി മിൻ അസ്നാൻ. ഒരു താക്കോൽ എന്ന് പറയുമ്പോൾ അതിന് കൂടാതെ കഴിയാത്ത ഒന്നാണ്, അത്യന്താപേക്ഷിതാണ്. ആ താക്കോലിൽ നിന്നുണ്ടാവും ചില പല്ലുകളുണ്ട്. എന്നിട്ട് മഹാന്മാർ വിശദീകരിക്കാൻ, വമിൻ അസ്നാനിഹി, ആ താക്കോല് സ്വർഗത്തിന്റെ താക്കോല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ പല്ലിൽപ്പെട്ടതാണ് ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവ്. അപ്പൊ നമ്മള് പിന്നെ മനസ്സിൽ ഉറപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനം കിട്ടണമെങ്കിൽ, അത് നമുക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള താക്കോലാകണമെങ്കിൽ അതിന് പല്ലുണ്ട്. ആ പല്ലൊന്നെന്താ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവന്റെ നാവ് ദിക്ർ ചൊല്ലുന്ന നാവാകണം. ത്വാഹിറും മിനൽ കദിബി വൽ ഗീബ, കളവിൽ നിന്നും ഗീബത്തിൽ നിന്നും രക്ഷപ്പെട്ടതാകണം. ഒന്നൊണ പറയണില്ല, പരദൂഷണം പറയുന്നില്ല. അവന്റെ നാവിൽ നിന്ന് നല്ല ദിക്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ദിക്റ് ഒക്കെ നല്ല തന്നെയാണ്, ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ ചിലതിന് അല്ലെ, ചിലതിന് അള്ളാന്റെ തിരുവ് പറഞ്ഞല്ലോ, ഒരിക്കൽ ചോദിച്ചില്ലേ, അല്ല നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചില്ലേ, നിങ്ങൾക്ക് സ്വർഗത്തിലെ നിധി അറിയോ ചോദിച്ചു. അപ്പൊ അല്ല, സ്വർഗത്തിലെ നിധിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് സ്വർഗത്തിലെ നിധിയാണ്. ഇങ്ങനെ ഓരോന്നും അതിൻ്റെതായ മഹത്വങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ ചൊല്ലിയാൽ കൂടുതൽ കൂലിയാ. അപ്പൊ ഈ ദിക്ർ ചൊല്ലുന്ന നാവ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്ന സ്വർഗത്തിന്റെ താക്കോലിന്റെ ഒരു പല്ല്. അപ്പൊ ആ പല്ല് കറക്റ്റ് ആണെങ്കിലേ സ്വർഗത്തിന്റെ കവാടം നമുക്ക് വേണ്ടി തുറക്കപ്പെടുള്ളൂ. പിന്നെയോ, പിന്നെ രണ്ടാമത് പറയുന്നത് വമിൻ അസ്നാനിഹി ലിസാനുൻ എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് വഖൽബുൻ, ഹൃദയം. ഏത് ഹൃദയം? ഖാശിഉൻ, നല്ല ഭക്തിയുള്ള
ഹൃദയാകണം എന്ന് പറഞ്ഞാൽ ഓൻ എന്ത് ചെയ്യണം? നല്ല സൂക്ഷ്മതയും കാര്യങ്ങളും വേണം. ത്വാഹിറും മിനൽ ഹസദി വൽ ഖിയാന, അസൂയയും വഞ്ചനയുമില്ലാത്ത, ആരോടും ഒരു അസൂയല്ല, ആരെയും വഞ്ചിക്കണം എന്നുള്ള പ്ലാൻ ഓൻ തയ്യാറാക്കണില്ല. അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമ, അത് മറ്റൊരു അതിൻ്റെ ആ താക്കോലിന്റെ മറ്റൊരു ഏതാണ്? പിന്നെ അതിന്റെ പല്ലാണ്. പിന്നെ പറയുന്നത് വബത്നുൻ ത്വാഹിറുൻ. ഇനി പല്ല്, കുറച്ച് പല്ലുകൾ ഇങ്ങനെ ഉണ്ട്, അതിൽ ഓരോന്ന് പറയാണ്. ഒന്ന് ഏതാ അറിയങ്ങള്? 4 പല്ല പറയുന്നത്. അതിൽ മൂന്നാമത്തത് വബത്നുൻ ത്വാഹിറുൻ, വിശുദ്ധിയുള്ള അവന്റെ ഉദരം, മിനൽ ഹറാമി വശുബ്ഹ, നിഷിദ്ധമായതിൽ നിന്നും ശുബ്ഹത്തിൽ നിന്നും. ഹറാം പറഞ്ഞാല് സ്പഷ്ടമായത്, അങ്ങനെ ഉണ്ടല്ലോ. ഹറാം പറഞ്ഞ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാള് കട്ടെടുത്ത് തുറന്ന പൈസയാണ്, അതുകൊണ്ടാണ് ആഹാരം വാങ്ങുന്നത്. അപ്പോ സംശയമില്ലല്ലോ, അത് ഹറാമാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അല്ലെങ്കിൽ കടം കൊടുത്തിട്ട് അധികം നിബന്ധന വെച്ച് വാങ്ങി, അതാണ്, അതും എന്താണ്? ഹറാമാണെന്നുള്ളത് സ്പഷ്ടമാണ്. ഈ ചിലത് ശുഭഹത്തേക്കാരം, അതിനും പരമാവധി രക്ഷപ്പെടാൻ നോക്കണം എന്നുള്ളതാണ്. ശുഭഹത്താണ്. അപ്പൊ ശുഭഹത്തിന്റെ എന്ന് പറയുമ്പോ ഇപ്പോ ഒരാള് വാപ്പ, അയാള് കച്ചവടക്കാരനാണ്, അയാൾക്ക് നല്ലൊരു പലചരക്ക് കടയുണ്ട്, അരിയൊക്കെ അവിടുന്ന് കൊണ്ടല്ലോ. ഒരു മകനുണ്ട്, ഓന് മയക്കുമരുന്നിന്റെ കച്ചവടമാണ്. ആ വീട്ടിലൊരു സൽക്കാരുണ്ട്. ആ സൽക്കാരം ഇപ്പോ നടത്തുമ്പോ പിന്നെ അരിയും സാധനങ്ങളൊക്കെ, നെയ്ച്ചോറിന്റെ അരി, ബിരിയാണിന്റെ അരി, അതൊക്കെ വാപ്പ കൊടുത്തിട്ടുണ്ട്. വാപ്പ കടിയിൽ നിന്ന് കൊടുന്നാണ്. വാപ്പ പറഞ്ഞാണ് പിന്നെ ചിക്കൻ ഞാൻ കൊടുന്നുണ്ട് എന്നാര് പറഞ്ഞാണ്? ഈ മകൻ പറഞ്ഞാണ്. ഓനെ മയക്കുമരുന്നിന്റെ പരിപാടിയാണ്. ഇപ്പൊ ശരിക്ക് എന്തായി? വാപ്പാന്റെ ഹലാലായ പിന്നെ കച്ചവടത്തുനിന്ന് കിട്ടുന്ന ആ നല്ല ഭക്ഷണത്തില് ഇവന്റെ ഹറാമായത് കൂടി കലരുകയാണ്. അപ്പൊ ആ ബിരിയാണി എന്തായി? പിന്നെ ശുഭത്തിൻ്റെതായി ഒഴിവാക്കലാണ് നല്ലത്. ഒഴിവാക്കലൊക്കെ നല്ലത്. അതിലിപ്പോൾ നമ്മളൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പിന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ ന്യൂ ഇയർ ആഘോഷത്തെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 4-5 മുസ്ലിം സഹോദരങ്ങൾ പിന്നെ ആദ്യമായിട്ട് നമ്മളെ മഹലിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മളാൾക്കാരോടൊക്കെ പറഞ്ഞ് നമുക്ക് നല്ലൊരു ആഘോഷക്കൊല്ലം ഉണ്ടാക്കണം. വൈകുന്നേരം മഗ്‌രിബ് എന്ന് പറഞ്ഞിട്ടില്ല, 6 മണിക്ക് തുടങ്ങിയിട്ട് 12 മണി വരെ രാത്രി. 12 മണിക്ക് നമുക്കൊരു കേക്ക് മുറിക്കുക, ഒരു ഗാനമേളി, പിന്നെ ടീമിനെ കൊണ്ടുവരാം, കുറച്ച് കരിമരുന്ന് പ്രയോഗമൊക്കെ. അപ്പോൾ വീട് വിടാൻ പറഞ്ഞാൽ നമ്മളെ വീടുകളാണ് അവിടെ ഉള്ളത് മുഴുവൻ. 5-6 വീടുകളാണ് മുസ്ലിം. ഓലാണിത് ഒപ്പിച്ചിട്ടുണ്ടായി. അപ്പോൾ കമ്മിറ്റിക്കാരനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒന്നായിട്ട് ഇറങ്ങാൻ പോവുകയാണെങ്കിൽ ഞാനപ്പോൾ അവിടുത്തെ ഖുർആൻ ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ്സിലെന്ന് പറഞ്ഞു, വനിതാ ക്ലാസ്സിലെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ വെള്ളിയാഴ്ച ജുമുഅക്ക്, അതാണല്ലോ നമ്മള് പിന്നെ സ്കൂളിലൊക്കെ കുട്ടികളോടൊരു കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമല്ല. എന്നതുപോലെ വെള്ളിയാഴ്ച പറയാറുണ്ടാല് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണല്ലോ പറയാം വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്നലെ ഒരു സഹോദരന്റെ ഒരു വോയിസ് പ്രസിഡന്റ് എനിക്ക് അയച്ചത്. എനിക്കറിയുണ്ട് പിന്നെ ഇങ്ങനെ ഒരിക്കലൊന്നും പങ്കെടുക്കേണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. അതിപ്പോൾ ഒരു വർഗീയമായിട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കൂടി ഒന്ന് കിട്ടേണ്ടിയിരുന്നൊക്കെ പറഞ്ഞിട്ട് സാധു അവിടെ വർഗീയത ഞാൻ പ്രത്യേകം പറഞ്ഞാണ്. ന്യൂ ഇയർ ആഘോഷിക്കേണ്ടതുണ്ടാവും, അതുപോലെ പല കാര്യങ്ങളും. അങ്ങനെ ഇപ്പോൾ മദ്യം, സൽക്കാരത്തിന് മദ്യം കൊണ്ടുവരണ്ടല്ലോ, നമ്മൾ അത് പറ്റില്ല എന്ന് തന്നെയുള്ള പറയാ. വർഗീയത ഒന്നുമില്ല. നമ്മളെ അയ്യപ്പ ഭക്തന്മാര് പോലെ ഈ പിന്നെ വ്രതം എടുക്കുന്നവരുണ്ടാവും, ഓലതിന്റെ ആചാരമായിട്ട് ഓൽക്ക് നമ്മളെ മാരിക്കൊന്നല്ല, ഭക്ഷണമൊക്കെ കഴിക്കുക, ചിലത് പറ്റൂല, ചിലയിടത്തുനിന്ന് പറ്റൂല എന്നൊക്കെയാണ്. അപ്പൊ അവരിപ്പോൾ ആ സമയത്ത് ഇപ്പൊ ഞാൻ ഒരു ഹൈന്ദവ സഭന്റെ അയൽവാസിയെ വിളിച്ചിട്ട് ഒരു ചായ കുടിക്കാറുമ്പോൾ വേണ്ട, അതെ നിങ്ങൾ കുടിക്കുന്നു എന്നാ മധുരമില്ലാത്താക്ക അല്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ നിങ്ങളോടത്തുനിന്ന് നമുക്ക് തിന്നാൻ പറ്റൂല എന്ന് ആത്മാർത്ഥമായിട്ട് ആ സഹോദരൻ പറഞ്ഞ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഇഷ്ടേകാരം. കാരണം എന്താ പറയാ, ഇത് ഭക്തനാണല്ലോ, ഭക്തന്മാരെ തരികിട ഉണ്ടാവില്ല ഏത് വകുപ്പാണെങ്കിലും. എണ്ണമാർക്ക് ഓരോരുത്തർക്ക് പറ്റിയല്ലേ എടുക്കുക, അത്രയുള്ള അതിന്റെ കാര്യം. നോക്കൂ, എന്റെ മലപ്പുറത്തുള്ള നമ്മളെ ഒരു സഹോദരനെ കോട്ടയത്തുള്ള ഒരു ക്രിസ്ത്യാനിയുമായിട്ട് ഒരു ഇടപാട് നടത്തിയിട്ട്, അപ്പൊ അയാൾ പറഞ്ഞു എഗ്രിമെന്റ് എഴുതണം എന്നാണ്. അയാൾക്കണത് ആവശ്യം എഗ്രിമെന്റ് എഴുതണം. അങ്ങനെ ഇയാൾ ഇവിടുന്ന് എഗ്രിമെന്റ് എഴുതാൻ വേണ്ടി പോയി. അതിൻ്റെയോട് പറയാം. അങ്ങനെ പോയി പിന്നെ ചെന്ന് ഒരു ഇരുന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരാള് ഒരു കുപ്പിയും 2 ഗ്ലാസും അവിടെ കൊടുന്നു പറഞ്ഞു. കള്ളാണ്, മദ്യാണ്. അപ്പോ അവിടുന്ന് പോയ ആളെ നമ്മളെ ഖുർആൻ ക്ലാസ്സിന് സ്ഥിരമായിട്ട് വരേണ്ട ആളാണ്. അയാൾ പറഞ്ഞു പിന്നെ മദ്യം വേണ്ട, ഞാൻ കുടിക്കൂല. അല്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് കുടിച്ചൂടെ ചോദിച്ചു. അപ്പോൾ വേണ്ട, കുടിക്കൂല,
ഞാൻ ഇതുവരെ ഈ സാധനം തൊട്ടിട്ടില്ല, ഞങ്ങൾക്കിത് ഭയങ്കര പ്രശ്നമാണ്, മതം അനുവദിക്കുന്നില്ല, ഇത് വേണ്ട. അപ്പൊ ഇയാളോട് പറഞ്ഞ പോലെ നമ്മളിയാളെ വെറുതെ ബന്ധത്തിന്റെ പേരിൽ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒഴിവാക്കുക നല്ലത്. അപ്പൊ ഇയാള് ചോദിച്ച പോലെ ജ്യൂസ് കുടിക്കുക ചോദിച്ച പോലെ, അല്ല ജ്യൂസിന് വിലക്കൊന്നുമില്ല എന്നോ. അയാൾ അപ്പൊ തന്നെ ആളെ മടക്കി വിളിച്ചു ഫോണിൽ, ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. ജ്യൂസ് വരുത്തിച്ചു. ജ്യൂസ് കുടിച്ചതിന് ശേഷം ഈ അച്ചായൻ പറഞ്ഞ പോലെ ഇയാളോട്, പിന്നെ നിങ്ങൾ എനിക്ക് നല്ല വിശ്വാസമായി, ഇപ്പൊ നിങ്ങളെ മതത്തില് പിന്നെ മദ്യം പാടില്ല എന്നുള്ളൊരു കർശന നിയമം നിങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വഞ്ചിക്കൂലെന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് എഗ്രിമെന്റ് എഴുതണ്ട. അയാൾക്കൊരു വാശി, എഗ്രിമെന്റ് എഴുതേണ്ട എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. അയാൾക്കാണത് എഴുതലാവശ്യം, എഴുതാൻ ശ്രമിച്ചില്ല. ഇയാൾ കൃത്യമായിട്ട് ആ ഇടപാട് വീട്ടിൽ ചെയ്തു. അപ്പൊ എന്തായി, അയാൾക്ക് ഇസ്ലാമിനോടൊരു മതിപ്പ് തോന്നി. നമ്മളിപ്പോൾ കള്ളി നമുക്ക് പറ്റൂല പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് വർഗീയമായിട്ടാവോ എന്ന് ചിന്തിച്ച് നടക്കുമോ? ഇല്ല, നമ്മളായിട്ട് നിന്നാൽ എല്ലായിടത്തും നമുക്ക് രക്ഷ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനിയിപ്പോൾ പല സ്ഥലത്തും ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകണം. എത്ര ബഹളം വെക്കാൻ എന്താ, നമുക്കെങ്ങനെയാ പറ്റുമോ? ഒന്ന്, സ്ത്രീകളൊക്കെ ഒന്നായിട്ട് സ്റ്റേജുമ്പോൾ മുതിർന്ന സ്ത്രീകൾ പാട്ട് പാടും, ഡാൻസ് എടുക്കും, അതിനനുസരിച്ചൊരു കുലുക്കം, അതിനനുസരിച്ചുള്ള ലൈറ്റ് അറേഞ്ച്മെന്റുകൾ. നമുക്കിത് പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പില്ല. ഇനിയിപ്പോൾ വേറെ തെളിവാണ് എന്തുകൊണ്ടാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഒരു മോമിനായ മനുഷ്യനെ ആഘോഷിക്കാൻ കഴിയില്ല. 2024 ഇവിടെ പറയാം, 2025 വരെയാണ്. നമ്മളിപ്പോൾ അറബ് നമ്മളെ മറ്റേ കലണ്ടറാണെങ്കിൽ ഈ കലണ്ടറാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടി തന്നെയാണ്. കാരണം പിന്നെ ചിലർ പറയും ഇതെന്തിനാ നമ്മൾ നോക്കണം, നമുക്ക് നോക്കാലോ. കാരണം എന്താ, സൗരവർഷപ്രകാരം കണക്കൂട്ട, ചാന്ദ്രിക വർഷപ്രകാരം കണക്കൂട്ട. അതുകൊണ്ടാണ് ഈ ഗുഹാവാസികള് അസ്ഹാബുൽ കഹ്ഫ് ആ ഗുഹയിൽ താമസിച്ചതിനെ പറ്റി ഖുർആൻ എങ്ങനെ പറഞ്ഞത്, വലബിസൂ ഫീ കഹ്ഫിഹിം അങ്ങനെയുള്ള പറഞ്ഞത്. അവര് 300 കൊല്ലം ആ ഗുഹയിൽ താമസിച്ചു. പിന്നെ ഒരു 9 കൊല്ലം കൂടുതൽ എടുത്തു. എന്തേ പഠിച്ചാണ് 350 എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ 300 എന്ന് പറയണം. എന്താ അങ്ങനെ പറയാൻ കാരണം, സൗരവർഷപ്രകാരം 300, ചാന്ദ്രിക വർഷപ്രകാരം 350. കാരണം സൗരവർഷപ്രകാരം കണക്ക് കൂട്ടുമ്പോൾ ഒരു വർഷം 365 ദിവസമാണെങ്കിൽ ചാന്ദ്രിക വർഷപ്രകാരം ഇതര കലണ്ടർ എങ്ങനെയാണ് 354 ഉണ്ടാവുക. അപ്പോൾ ഒരു വർഷം 11 ദിവസത്തിന്റെ വ്യത്യാസം ഉണ്ടാവുമ്പോൾ 100 കൊല്ലം കഴിയുമ്പോൾ 3 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 300 കൊല്ലത്തിന് 3 നൂറ്റാണ്ടിന് 9 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടാവും. ഖുർആൻ അവിടെ ഗുഹാവാസികൾ 3 നൂറ്റാണ്ട് 300 കൊല്ലം ആ ഗുഹയിൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ ആ പരിധി ഒരു കലണ്ടർ പോകും. അങ്ങനെ പറഞ്ഞാൽ അപ്പോ സൗരവർഷപ്രകാരം മാത്രമാവും. 309 എന്ന് പറഞ്ഞാൽ ചാന്ദ്രിക വർഷപ്രകാരം മാത്രമാവും. 300ഉം കൂടുതൽ ഒരു 9 എന്ന് പറഞ്ഞാൽ 2 കൂട്ടാനും. അപ്പൊ പിന്നെ സൗരവർഷപ്രകാരം കണക്കൂട്ടിനനുസരിച്ച് 2025 വരെയാണ്. പിന്നെ അതിനൊരാതിരൊക്കെ ഇട്ടിട്ടുണ്ടായില്ല, എന്നെ ഭയമുണ്ട്. അതുപോട്ടെ, നമ്മൾ ചർച്ച ചെയ്യണ്ട. നമ്മളെ കടമ എന്താ പറയുക, സമയം എന്ന് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് സൗകര്യത്തിന് നമ്മൾ ഇനീഷ്യലും പേരൊക്കെ എന്തിനാണ് തിരിച്ചറിയാനാണ്. എന്നതുപോലെ ഈ കാലഗണന കണക്കൂട്ടാനുള്ള ഒരു സംവിധാനമാണ് സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളുമായി, അത് പിന്നെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമായി, വർഷങ്ങളും നൂറ്റാണ്ടുകളും. പക്ഷെ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് സാക്ഷിയാണില്ല ഒരുപാട്, ചിലപ്പോൾ ഒന്നിനൊക്കെ സാക്ഷിയാവും. മുൻഗാമികൾ 2 നൂറ്റാണ്ടിന് സാക്ഷിയായാലും 5 നൂറ്റാണ്ടിന് സാക്ഷിയായാലും 10, 11 നൂറ്റാണ്ടിന് സാക്ഷിയായാലും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആയുസ് കൂടുതലായിരുന്നു, നമുക്ക് വളരെ കുറഞ്ഞ ആയുസ്സായതുകൊണ്ട് കൊല്ലങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകുന്നില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇനിയിപ്പോ 2025 2 ദിവസം കൂടി നമുക്കറിയില്ല ആരൊക്കെ ഉണ്ടാകാൻ, 29, 30, 31 ഉണ്ടാകുമെന്ന് ഉറപ്പ് ഇല്ല. ആകസ്മികമായി എന്തൊക്കെ വരുമെന്ന് നമുക്ക് പറയാനില്ല. ഉണ്ടെങ്കിൽ സഹോദരൻ 2025 വരുമ്പോ എന്താ ബഹളം വെക്കാൻ? ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വയസ്സന് പോയി. അപ്പോ ഒരു കൊല്ലം നമ്മൾ മരണത്തിൽ, അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? ഒരു കൊല്ലം നമ്മൾ മരണത്തിലേക്ക് അടുത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു ജാഗ്രത വേണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കി. മരണം വരുന്ന ചില രീതികളൊക്കെ ചില ആളുകൾക്ക് ഏതൊക്കെ രൂപത്തിലാണ്, പ്രതീക്ഷിക്കാതെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ. 2024 വന്നപ്പോ മദ്യപിച്ച് അന്നത്തെ രാത്രി കൂത്താടിയ എത്രയോ ആൾക്കാർ 25ന്റെ പറവി കാണാനില്ല, പോയി അനുഭവിക്കണ്ടാവും.
നേരെ മറിച്ചോ ഓരോ വർഷം മാറി വരുമ്പോഴും ഇങ്ങനെ ചിന്തിക്കണം. മലദ്ദഹ്റു വല്ലയ്യാമു വദ്ദംബു ഹാസിലു വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു. കാലം കഴിയാണ്, ദിവസങ്ങളും കാലങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നത് തെറ്റുകളും കുറ്റങ്ങളുമാണ്. ആ സമയത്ത് അവന്റെ ഹൃദയം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അശ്രദ്ധമായ സമയത്ത് മരണത്തിന്റെ ദൂതൻ കടന്നു വരികയാണ്. അപ്പൊ എന്താവും അവസ്ഥ? നഈമൂക ഫിദ്ദുനിയാ ഗുറൂറുൻ വഹസ്റതു വഐശൂക ഫിദ്ദുനിയാ മുഹാനും വബാതിലു. അതോടുകൂടെ ഐഹികമായ എല്ലാ സുഖങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ എന്തായി? നിരർത്ഥകായി, ബാത്തിലായി, ഒന്നുമല്ലാതായി. പിന്നെ ഓനുള്ളത് ഓൻ ചെയ്ത സൽക്കർമ്മങ്ങളും മാത്രമാണ്. വേറെ ലോകത്തേക്കാണ് പോവാണ്. ഇതിപ്പോ ജനിച്ചു എന്നുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. ചിലർക്ക് കൂടുതൽ സമയമൊക്കെ കൊടുക്കും. എന്നാലും ഉണ്ടല്ലോ, ഇപ്പൊ 136 കൊല്ലം ജീവിച്ച ഇന്തോനേഷ്യക്കാരൻ പറഞ്ഞത് ഇങ്ങനെ ജീവിക്കാക്കാൻ നല്ലത്. നമ്മൾ ആ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് പറഞ്ഞു നമുക്ക് ഏതായാലും ദുആ ചെയ്യാനുള്ളതാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അത് ഒരു താക്കോലാണെന്ന് പറഞ്ഞ്, അത് സ്വർഗത്തിന്റെ ചാവിയാണെന്ന് പറഞ്ഞ് അതിന്റെ പല്ലുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതില് അവസാനമായിട്ട് മൂന്നാമതായിട്ട് പറഞ്ഞത് ഒന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ ദിക്ർ ചെല്ലുന്ന നാവ്. രണ്ടാമത്തത് അസൂയയും വഞ്ചനയും ഇല്ലാത്ത കൽബ്, തെളിഞ്ഞ കൽബ്. മൂന്നാമത്തത് ഹറാമും ശുബ്ഹത്തും കലരാത്ത, ഭക്ഷണത്തിൽ കലരാത്ത, അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ വയറുള്ള എന്നാണ് പറഞ്ഞത് ബത്ത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് എന്ത്? പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ശുബ്ഹത്ത് രണ്ടും കൂടി കലർന്നത്. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കാണ് വേണ്ടത്. അതുകൊണ്ട് യാതൊരു പ്രശ്നം വരൂല, മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വരൂല എന്നുള്ളതിന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ക്രൈസ്തവനായ സഹോദരന് നമ്മൾ തമ്മിൽ ഇനി എഗ്രിമെന്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ സംഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ നോക്കൂ, നമ്മൾ നിൽക്കേണ്ടതുപോലെ നിന്നാല് നമ്മളില് മറ്റുള്ളവർക്ക് മതിപ്പ് കൂടെ ചെയ്യും. അതിപ്പോ അവര് എന്തെങ്കിലും കരുതാവോ, മറ്റൊരെന്തെങ്കിലും കരുതാവോ, അതൊക്കെ താൽക്കാലികമാണ്. നമുക്ക് തോന്നുകയാണ് നമ്മളിപ്പോ ഒരു നല്ല കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ, നിങ്ങള് സാമിരി എന്ന് പറയുന്ന ആള് സ്വർണം കൊണ്ട് ഒരു പശുവിനെ ഉണ്ടാക്കി അതില് ആരാധിക്കാൻ വേണ്ടി ഒരു കൂട്ടര് വന്ന് ആരാധിച്ചപ്പോ ഒരു കൂട്ടർ എന്ത് പറഞ്ഞു? എന്തേലും ആയിക്കോട്ടെ, ഇസ്രായേലികളെ ഒരു വിഭാഗം, നമുക്കതിനാവൂല. അപ്പൊ ഒരു വീട്ടിൽ ചരിത്രത്തിൽ കാണാൻ ഒരു ജ്യേഷ്ഠൻ ആരാധിക്കുമ്പോ അനുജൻ ആരാധിക്കാമെന്ന്, പക്ഷെ തടഞ്ഞില്ല. എന്തേലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹു തആല ശിക്ഷ കൊടുത്ത എന്താ? കണ്ടു നിന്നവരോട് ചെയ്തവരെ വധിക്കാനാ പറഞ്ഞത്. അത് അള്ളാന്റെ വലിയൊരു പരീക്ഷണമായിരുന്നു. ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതാത് സന്ദർഭത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. ചിലപ്പോ ചില എതിർപ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അതിന്റെ ടൈമാണ് ഞാൻ പറയുന്നത്. നമ്മളെ കുട്ടികളെന്ന് ഒരു കാരണവശാലും, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിൻ്റെ അന്ന് പിന്നെ പോരട്ടോ അങ്ങാടിയിലൊരു പരിപാടി ഉണ്ട്, കുറച്ച് വൈകിയേ വരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്താ മോനെ വയ്ക്കുമ്പോൾ നീ ന്യൂ ഇയർ അല്ലേ അമ്മ? ആ എനിക്കറിയില്ലേനടാ, ഇതെന്തോ പിന്നെ മറ്റേതിൻ്റെ മതി എന്തോ വലിയൊരു കാര്യപ്പെട്ട കാണിയെന്ന് കേൾക്കും. ഇതിലാണ് നമ്മളെ കുട്ടികളൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കാനും കള്ളു ഇതൊക്കെ ഉദ്ഘാടനം ചിലപ്പോൾ അന്നേക്കാണ്. ഈ ആഴ്ച ഉണ്ടല്ലോ നിങ്ങൾ ഭാരതപുരയിൽ നിന്ന് ഒരു മയ്യത്തിട്ടാണ്, പോലീസ് അത് കൊലപാതകം സംശയിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ വാരിയല്ലുകൾ മുഴുവൻ അടിച്ചു തകർത്ത രൂപത്തിലാണ്. അവസാനം പ്രതികളെ പിടിച്ചപ്പോൾ ഒക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. എല്ലാവരും കൂടി മദ്യപിച്ച് വഴക്കുണ്ടായതാണ്. അടിച്ചണ കൊന്നിട്ട് കൊണ്ടുപോയിട്ടാ പോയി. ആലോചിച്ച് നോക്കൂ, എത്ര ഈ ആഴ്ചയിലൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് ഓരോ സ്ഥലത്ത് നടന്നത്. എന്താണ് ഈ ലഹരിയുടെ ഉപയോഗമാണ്. ആർക്കും അതിലൊന്നും പരാതിയില്ല. അപ്പൊ നമ്മള് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ പല്ലേതാറിയോ? മഹാന്മാര് ഈ ആയത്തിന് വിശദീകരണം കൊടുക്കുകയാണ്. അവന്റെ അവയവങ്ങളാണ്, അത് അള്ളാഹുവിന്റെ തോഹത്തിലായിട്ട് എപ്പോഴും സജീവാകണം. ത്വാഹിറത്തും മിനൽ മഅസി, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? ഒഴിഞ്ഞു നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട രൂപത്തിൽ. നാവ് ശുദ്ധിയാണ്, ബത്തിന് ശുദ്ധിയാണ്, കൽബ് ശുദ്ധിയാണ്, അവയവങ്ങളും ശുദ്ധിയാണെന്നാണ്.
ഈ 4 പല്ലുകൾ അതും റെഡിയായാൽ അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അർത്ഥമുള്ളൂ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് അതെന്താണോ കൽപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാഞ്ഞാൽ നഷ്ടാണ്. അതാണ് ഈ ആയത്ത് നൽകുന്ന വലിയ സന്ദേശം. അപ്പൊ അള്ളാഹു പറയാണ്, സർവ്വ വിപത്തുകളിൽ നിന്നും ഇപ്പൊ അവർക്ക് നേരിട്ട പ്രയാസം ഒരു വല്ലാതെ വരുന്നല്ലോ, അത് മാത്രമല്ല സർവ്വ ദുരിതങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. സുമ്മ അൻതും തുശ്രികൂൻ, വീണ്ടും നിങ്ങൾ മുശ്രിക്കീങ്ങളാവുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖുൽ ഹുവൽ ഖാദിർ, നബിയെ അങ്ങ് ജനങ്ങളോട് പറയുക, ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും. അല്ലാഹു തലഞ്ഞെടുത്താക്കിയതാണ്. ആദ്യം അങ്ങനെ നല്ല നിൽക്കുന്നു പറഞ്ഞിട്ടേ ഇനി മറിച്ചാണെങ്കിൽ എനിക്ക് വേറൊരു സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ. അതിനുണ്ടല്ലോ ചില ആൾക്കാരല്ലേ ഭയങ്കര നീറ്റേക്കാരം, പടച്ചോനെ അവർക്ക് വേറൊരു സ്വഭാവം കൂടി ഉണ്ടാവും. മനുഷ്യനങ്ങനെയുള്ളോ, ചിരി വേണം, തമാശ വേണം, കാര്യം മറ്റുള്ളത് ഉണ്ടാകരുതല്ലോ. എന്നതുപോലെ തന്നെ വിധങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ, വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ചാണ്. എന്നതുപോലെ അള്ളാഹു പറയാണ്, ഹുവൽ ഖാദിറു, അള്ളാഹു കഴിവുള്ളവനാണ്. ഏത് കാര്യത്തിന്? അലാ അലാ അൻ യബ്അസ അലൈക്കും അദാബാ, അലാ അൻ യബ്അസ അലൈക്കും അദാബ, നിങ്ങളുടെ മേലില് അദാബിനെ അയക്കാൻ കഴിവുള്ളവനാണ്, ശിക്ഷയെ. എവിടുന്ന്? മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിലൂടെ. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാൽപാദങ്ങളുടെ അടിയിലൂടെയും. മനസ്സിലായോ? നിങ്ങളെ മുകളിലൂടെയും അതുപോലെ തന്നെ അടിഭാഗത്തിലൂടെയും നിങ്ങൾക്ക് ശിക്ഷ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അവന്. അല്ലാഹു തആല പറയാണ്, അല്ലാഹു പറയുകയാണ്, എല്ലാ നിലക്കും അവനിക്ക് എന്ത് ചെയ്യാ? ശിക്ഷ കൊണ്ടുവരാൻ കഴിയും. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയാണ്, ഔ യൽബിസക്കും ഷിയാ, വലിയൊരു പോയിന്റ് പറയാണ്, ഔ യൽബിസക്കും ഷിയാ, നിങ്ങളെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളാക്കും, ഭിന്നിപ്പിക്കാനും അല്ലാഹുക്ക് കഴിയും. വയുദീക ബഅലക്കും ബഅസ ബഅൽ, അങ്ങനെ ചിലരിൽ നിന്നുള്ള നാശത്തെ ചിലർ അനുഭവിക്കുന്ന അവസ്ഥ, ഭിന്നിപ്പുണ്ടായിട്ട് അതിനും അല്ലാഹുക്ക് കഴിയും. ഉൻളുർ കൈഫ നുസർറിഫുൽ ആയാത്, എങ്ങനെയാണ് നമ്മൾ ആയത്തുകളെ വിശദീകരിക്കുന്നത് എന്ന് നോക്കണം. ലഅല്ലഹും യഫ്ഖഹൂൻ, ലഅല്ലഹും യഫ്ഖഹൂൻ, അവർ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാകുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് എന്താറിയോ? നിങ്ങളെ മുകളിലൂടെ ശിക്ഷ കൊണ്ടുവരാൻ അല്ലാഹുക്ക് സാധിക്കുന്നതാണ്. ഈ മുകളിലൂടെ ശിക്ഷ കൊണ്ടുവരാറിനാല് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? നിങ്ങൾ നൂഹ് നബിയുടെ ജനതയ്ക്ക് വന്നതാണ് ഒന്ന്, അത് വന്നത് തൂഫാനാണ്. അത് മുകളിൽ നിന്നാണ് വന്നത്, വെള്ളം കെട്ട് വന്നാണ്, അത് മുകളിലൂടെയുള്ള ശിക്ഷ. അതുപോലെ ലൂത്ത് നബിയുടെ ജനതയ്ക്കുള്ള ശിക്ഷ, അത് തീക്കല്ല് വന്നു, ആകാശം കൊണ്ട് പെയ്തിറങ്ങുക ചെയ്തത്. അതുപോലെ പല ആളുകൾക്കും അങ്ങനെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അസ്ഹാബുൽ ഫീൽ അല്ലേ, ആ അബ്രഹത്തിന്റെ ആനപ്പട 1000-ഓളം ആനകളും 60,000-ഓളം സേനയുണ്ടായിരുന്നാണ് ഒരഭിപ്രായം. എന്തോ ആട്ടെ, ഒരു ആനസംഘം ഉണ്ടായിരുന്നല്ലോ, എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് നേരെ വാർസലഅലൈഹിം ത്വയ്റൻ അബാബീൽ, പക്ഷികളയക്കുക ചെയ്തത്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ, ചൂളയിൽ വാർക്കപ്പെട്ട ചെറിയ കല്ലുകൊണ്ട് ആ പക്ഷികൾ അവർക്ക് നേരെ എറിഞ്ഞു. ഇതാണ് മുകളിൽ നിന്ന് ശിക്ഷ വരാറിനാല്. അപ്പൊ അള്ളാഹു ബോധ്യപ്പെടുത്താണ് നമ്മളെ, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ശിക്ഷ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇതിലാണ്. ഇനി നോക്കൂ, അടിയിൽ നിന്ന്, നിങ്ങളെ കാൽപാദങ്ങൾക്ക് അടിയിൽ നിന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? ഒന്ന് ഫിർഔനെയും അവന്റെ ആളുകളെയും നശിപ്പിച്ചതാ, അത് അടിയിൽ നിന്നാണ് വെള്ളം അങ്ങോട്ട് വന്നത്. മറ്റൊന്ന് ഖാറൂനാണ്. ഖാറൂനുള്ള ശിക്ഷയും അടിയിലാണല്ലോ. കാരണം എന്താ? ഖാറൂൻ ഇപ്പോഴും നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഖാറൂൻ എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വച്ഛാധിപതി, ആ മൂസാ നബിയോട് വല്ലാതെ കളിച്ചാളാണ്. അയാളെയും അയാളെ കൊട്ടാരത്തെയും ഭവനത്തെയും അല്ലാഹു തആല ആഴ്ത്തിയതാണ്. ഒന്നാമത്തെ ഊതുന്നത് വരെ അതങ്ങനെ പോകുന്നതാണ്. ഖാറൂൻ അത് അടിയിലാണ്, കാലിന്റെ അടിയിൽ എന്ന് പറഞ്ഞത്. അങ്ങനെ ഖുർആനിൽ ചില ആയത്തുകൾ പറയും, നിങ്ങൾ ആരും നിർഭയരാകണ്ട, ഇതുപോലുള്ള ശിക്ഷ. ഒരായത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴേക്കാരും ശിക്ഷ വരിക, പേടിണ്ടായിക്കോട്ടെ. ഞങ്ങളിപ്പോൾ ഉരുൾപൊട്ടലൊക്കെ നിങ്ങൾ രാത്രി സുഖമായിട്ട് കിടക്കുമ്പോഴാണ് ശിക്ഷയാണെങ്കിലും പരീക്ഷണമാണെങ്കിലും ഒക്കെ. ചിന്തിച്ചു നോക്കി നിങ്ങൾ, ആരൊക്കെ പോയി? എല്ലാവരും, ഒരുപാട് ആൾക്കാർ പോയില്ലേ വയനാട്ടിൽ.
രാത്രിയാണ്. ചിലപ്പോൾ ളുഹാ സമയത്ത് വരുന്ന ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ ചൂട് കൂടുതലായതുകൊണ്ട് അറബ് ലോകത്ത് പിന്നെ കളി തമാശക്ക് രാവിലേക്കാറ്, ഉച്ചക്ക് മയക്കേക്കാറ്, ചൂടുണ്ട്. അപ്പോൾ പ്രഭാതത്തിന്റെ ആ ടൈമിൽ കളിയിലൊക്കെ ഇങ്ങനെ ഏർപ്പെടുന്ന സമയം അപ്പോഴേക്കാരും ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദുരന്തം വരട്ടോ ഉണ്ടല്ലോ. ഇനി ബാക്കിയൊക്കെ നമ്മൾ കൂട്ടിയാൽ മതി. കടലിനോടടുത്ത് പാർക്കിൽ എല്ലാം മറന്ന് ചിലപ്പോൾ ഒരു നൂല് പോലും ഇല്ലാതെ, പാശ്ചാത്യ ലോകത്തൊക്കെ അങ്ങനെയുള്ളപ്പോ ആ സമയത്ത് ആ സുനാമി അടിച്ചു കയറിയത്. ഒന്നായിട്ട് പോയില്ലേ, 25 കിലോമീറ്ററൊക്കെ ഉള്ളിക്കാണ് വെള്ളം അടിച്ചു കയറിയത്. ഒരു നിലക്കും രക്ഷപ്പെടാൻ ചാൻസ് കിട്ടിയില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ചിന്തിക്കണം, നോക്കണം. കൈഫ നുസദ്ദിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. നോക്കൂ, അള്ളാഹു പറയാണ്, ചിന്തിച്ച് ഗ്രഹിക്കാൻ അള്ളാഹു തആല ദൃഷ്ടാന്തങ്ങൾ അത് വിശദീകരിക്കുകയാണ്. ഇനി മുകളിലൂടെ, അതുപോലെ കാൽപാദത്തിന്റെ അടിയിലൂടെ എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം, മുകളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം വലിയ വലിയ ആളുകൾ എന്നർത്ഥത്തിലാണ്. വലിയ ഭരണാധികാരികൾ, വലിയ സ്വച്ഛാധിപതികൾ. മറ്റേത് താഴെ കടയിലുള്ളവർ എന്നറിയിക്കാൻ വേണ്ടി അങ്ങനെ പ്രയോഗിച്ചതാണ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പറയുന്നുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ബോധ്യപ്പെടുത്താൻ, എന്നിട്ട് അല്ലാഹു അവസാനം പറയുന്നത് വക്കസ്സബ ബിഹി ഖൗമുക വഹുവൽ ഹഖ്. വക്കസ്സബ ബിഹി ഖൗമുക, അങ്ങയുടെ ജനത അതിനെ നിഷേധിക്കുകയാണ്. ഈ അതിനെ എന്ന് പറഞ്ഞാൽ, ആ ബിഹി എന്ന് പറഞ്ഞാൽ ഏതാ? രണ്ടർത്ഥമാണ് അതിനുള്ളത്. ഒന്ന് ഈ അദാബിനെ, അല്ലെങ്കിൽ ഖുർആനിനെ. രണ്ടാലൊന്ന്, രണ്ടുമാണ്. രണ്ടും ശരിയാണ്. ഖുർആനോല് നിഷേധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അദാബ് വരും എന്ന് പറഞ്ഞാൽ എവിടെ അതാവിടെ, എന്താ എന്ത് ലൂത്തിനെ വിടുന്നത്, എന്താ ആകാശം കല്ല് എന്നൊക്കെ അവർ പറയാം. എന്നാൽ ഓൽക്ക് വലിയ പരീക്ഷ കാറ്റും കോളും എന്തെങ്കിലും വന്നാലോ അപ്പോൾ തന്നെ നിലയും വിളിയായി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു, 2 എനിക്ക് ഉത്തരം കിട്ടി, 1 കിട്ടിയില്ല. റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞത്, പടച്ചോനെ എന്റെ ഉമ്മത്തിന് വ്യാപകമായ ക്ഷാമം നൽകരുത് എന്നാണ്. ഭക്ഷണമൊന്നുമില്ലാതെ, അതാണ് ഒന്ന്. രണ്ടാമത്തത്, എന്റെ ഉമ്മത്തിന് നൂഹ് നബിയുടെ സമൂഹത്തിന് വന്നതുപോലെ തൂഫാന് നൽകരുത്. മൂന്നാമത്തിന് നമ്മൾ ചോദിച്ചത്, പടച്ചോനെ എന്റെ ഉമ്മത്തിൽ ഭിന്നിപ്പ് നൽകരുത്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞത്രേ, ആദ്യത്തെ 2 തരാം, മൂന്നാമത്തെ തരൂലാന്നാണ്. വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. അതായത് വ്യാപകമായ രൂപത്തിൽ ക്ഷാമം, ഭയങ്കര ക്ഷാമം, ക്ഷാമൊക്കെ ഉണ്ടാവും, പക്ഷെ വ്യാപകമായിട്ട് തരൂലാണ്. ഒന്നായിട്ട് നശിപ്പിക്കോ? ഇല്ല. തൂഫാൻ ഒന്നായിട്ട് തരൂല. പക്ഷെ അവിടെ ഒരു ഹദീസ് വേറെ പറയുന്നുണ്ട് കേട്ടോ, തൂഫാന് വെള്ളപ്പൊക്കം ഒന്നായിട്ട് പടച്ചോൻ തരൂലെങ്കിലും നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കത്തിനെ അനുസ്മരിക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തും നബി തങ്ങൾ പറഞ്ഞത്, ഓരോ 30 വർഷത്തിലും അല്ലാഹു തആല ചെറിയ തൂഫാൻ നൽകുന്ന. അതിൽ വീടുകൾ പോവും, ആളുകൾ പോവും, അങ്ങനെ തന്നെ കാണാം. അതിൽ പിന്നെ കറിയകൾ, ഗ്രാമങ്ങൾ നശിച്ചു പോകും, വീടുകൾ നശിച്ചു പോകും, ആൾനാശം ഉണ്ടാവും. ഓരോ 30 വർഷത്തിലും ഉണ്ടാവുന്നുണ്ട്. അത് ഏറെക്കുറെ വളരെ ശരിയായ, ഏറെക്കുറെ അല്ല കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൃത്യം അർത്ഥം മുറിച്ച് പറയുന്നേക്കാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നമുക്ക് തന്നെ മനസ്സിലാവും ആ കാര്യങ്ങൾ. അപ്പൊ 2 ഉത്തരം കിട്ടില്ല, 1 കിട്ടിയെന്നാണ്. അതെ, 1 ഉത്തരം തന്നില്ല എന്നാ പറഞ്ഞത്. അതേതാ? ഭിന്നിപ്പ്. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ആയത്തിൽ പറഞ്ഞ പ്രയോഗം നോക്കി നിങ്ങളെ ഒന്നുകിൽ മുകളിൽ നിന്ന് അല്ലെങ്കിൽ അടിയിൽ നിന്ന് വരും, അല്ലെങ്കിലോ ഔ യൽബിസക്കും ഷിയാൻ, നിങ്ങളെ പല ഗ്രൂപ്പുകളാക്കും. അത് വലിയൊരു പരീക്ഷണമാണെന്നാണ്, ഒരു ശിക്ഷയാണത്. എന്നിട്ടോ യുദീഖ ബഅദക്കും ബഅസ ബഅദ്. ബഅസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, യുദ്ധക്കെടുതികൾക്കും മറ്റോ പറയുന്നത്. ആൾക്കാർ ഭിന്നിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളോ ശത്രു, അപ്പൊ ഭയങ്കര ശത്രുവാകും. അതുവരെ മിത്രങ്ങൾ ഭയങ്കര ശത്രുവാകും. പിടിച്ചാൽ കിട്ടൂല. പിന്നിപ്പുണ്ടാക്കാൻ ഒരാൾ മതി, കുത്തിരിപ്പുണ്ടാക്കാൻ. പക്ഷേ അത് അടിച്ചമർത്താൻ, അതൊരു മഹലിലാണെങ്കിലും നിങ്ങൾക്ക് വലിയ വലിയ സംഘടന ആകണമെന്നില്ല, ഒരു വലിയ സംസ്ഥാനം ആകണമെന്നില്ല. ഒരു മഹലിൽ ഒരാൾ വിചാരിച്ചാല് പ്രശ്നമാക്കാം അല്ലേ? പള്ളിക്ക് എന്ത് ചെയ്തു, പിന്നെ മല എറിയ, അമ്പലത്തിക്ക് ഒരു പോത്തിന്റെ ഇറച്ചിയേറിയ ഒക്കെ ചെയ്താൽ പോരെ? ആൾക്കാർ തമ്മിൽ തല്ലും, ഭയങ്കര പ്രശ്നമാവും. അത് പ്രത്യേക ഒരു വികാരമായിരിക്കും. ഇപ്പൊ പെരി പോയി കണ്ട് കടന്നിറങ്ങാം, ഇത് ചെയ്തോനെ. ഈ CCTV ഒക്കെ ഉണ്ടായതുകൊണ്ട്
ഭയങ്കര ആശ്വാസമാണ്. അള്ളാനെ ഏതായാലും പേടിയില്ല. ഇതുണ്ടായതുകൊണ്ട് കുറേ കേസുകളൊക്കെ ഇപ്പൊ എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച കള്ളം കിടന്നു 2-3 വീട്ടിലൊക്കെ. പോലീസിന് പിടി കിട്ടിയിരുന്നു. ഒരു പറഞ്ഞ് ഇന്ന ആളെ കിട്ടിയിട്ടില്ല. അപ്പൊ സ്ഥിരം ഇതിന്റെ ആളാണ്. CCTV എന്താ ഉത്സാഹം. ഞങ്ങൾ ഒരാളടുത്ത് പിക്കാസ് കൊണ്ട് ഒരാളടുത്ത് വലിയൊരു ഇരുമ്പിന്റെ കമ്പിയുണ്ട്. ഓരിങ്ങനെ പോകണുണ്ടാല് എന്താ പറയുക, പണിക്കോ അമ്മ വരട്ടോറിന് പോകുമ്പോലെ വളരെ കൂളായിട്ട്. പക്ഷെ CCTV ഇതൊക്കെ കാണാം. ഓരിങ്ങനെ പോകുമ്പോൾ ഓരോ പെരമൊക്കെ നോക്കണ്ടോ, നമുക്ക് വരാൻ പറ്റുമെന്നൊക്കെ കാരണം രണ്ടുള്ള വീട്ടുമൊക്കെയാണ് നോക്കേണ്ട രീതി കാണാം. ചെറിയും വരും കണ്ടാൽ ചിലത് വലിയ ഉപകാരമാണ്. എന്നാൽ അതിലൊന്നും പേടിയില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ പറയുന്ന എന്താ, പ്രശ്നം ഉണ്ടാക്കാൻ ഒരാൾ മതി. ഭിന്നിപ്പ് ഭയങ്കര പ്രശ്നമാണ്. അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അത് നബി തങ്ങൾ സംഭവം ശരിയാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി നമുക്കറിയാം. മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസം അങ്ങനെയല്ല കേട്ടോ. അതാ ഭിന്നിപ്പല്ലേ, അത് ഉമ്മത്തിന് ഖൈറാണെന്ന് പറഞ്ഞ ഭിന്നിപ്പാ. അതല്ലോ. പിന്നെ മക്കത്ത് ഇപ്പോ ഈ സൗദ് ഭരണകൂടം വരേണ്ടതിന്റെ മുമ്പ് എങ്ങനെയായിരുന്നു സിസ്റ്റം? എങ്ങനെയായിരുന്നു? 4 കവാടങ്ങളാണല്ലോ മത്താഫിക്ക് ഇറങ്ങാൻ. ഒന്ന് ഷാഫി ഇമാമിന്റെ പേരിൽ, ഒന്ന് ഹനഫി ഇമാമിന്റെ പേരിൽ, മാലിക് ഇമാമിന്റെ പേരിൽ, അങ്ങനെ 4 ഇമാമിങ്ങളുടെ പേരിൽ 4 കവാടങ്ങളാണ്. നിസ്കാരം പോലും സമയം വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. ഷാഫി മദ്ഹബിന്റെ ആളുകൾക്ക് ആ സമയത്ത് അവിടെ നിസ്കാരം, ഹനഫി മദ്ഹബിൻ്റെത് ആ ഭാഗത്തുകൾക്ക് അങ്ങനെയാണ് നിസ്കാരം പോലും ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണ് ആ കവാടങ്ങളൊക്കെ അവിടുന്ന് ഒഴിവാക്കിയത്. കവാടങ്ങളൊക്കെ ഒരേ ടൈമിൽ തന്നെ എല്ലാവരും ആക്കിയത്. അതൊന്നും കുഴപ്പമില്ല. അത് അഭിപ്രായ വ്യത്യാസം ഉമ്മത്തിന് ഹൈറായത്. അപ്പൊ ചിലർ ചോദിക്കും, പിന്നെ ഇസ്ലാം പറഞ്ഞാൽ ഒന്നാണ്, പിന്നെ എങ്ങനെ ഈ 4 വഴികൾ ഉണ്ടാകുന്നത്? പിന്നെ നാട്ടിൽ ഉസ്താദ് കൊണ്ട് മറുപടി പറഞ്ഞത് മേശ ഒന്നാണ്, കാല് 4ആണ്. ഇസ്ലാം ഒന്നല്ല, പിന്നെ എങ്ങനെ 4നായത് പറഞ്ഞതിന് മൂപ്പരോരോരുത്തർ ഒക്കെ ശരിയാണ്. നമ്മളിപ്പോ അലോപ്പതി സ്വീകരിക്കലുണ്ട്, ഹോമിയോപ്പതി സ്വീകരിക്കലുണ്ട്, അല്ലെ, ആയുർവേദം സ്വീകരിക്കലുണ്ട്, പ്രകൃതി ചികിത്സ സ്വീകരിക്കലുണ്ട്. എല്ലാം കൂടി എടുക്കുക. പഥ്യങ്ങളൊക്കെ ഭയങ്കര വൈരുദ്ധ്യകാരം. ഒന്നിൽ സുബൈക്ക് കുനുമത്ത് വേണ്ട, ഒന്നിലേക്ക് വേണം. ഒന്നിന് അന്യ പെണ്ണിനെ തൊട്ട ഒന്ന് മുറിയില്ല, ഒന്നിലൊന്ന് മുറിയും. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഒക്കെ നമുക്ക് ഹൈറിനാണ്. അതാണ് എൻ്റെ ഉമ്മത്തിന്റെ അഭിപ്രായ വ്യത്യാസം. അവർക്ക് റഹ്മത്താണെന്ന് പറഞ്ഞ അഭിപ്രായ വ്യത്യാസം. കാരണം ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്ത് കാണിച്ചെന്നാണ്. അത് ഓരോ ഇമാമിന്മാരും ഓരോ പിന്നെ ഇതെന്ത് ചെയ്തും ഹദീസിനെ മാനദണ്ഡാക്കി അങ്ങനെ വന്നത്. അത് നമുക്ക് വലിയ ഹൈറാണ്. അതിൽ പ്രശ്നമില്ല. അത് ആ അഭിപ്രായ വ്യത്യാസം അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് വേറുള്ള രൂപത്തിൽ. ഇപ്പൊ ക്രൈസ്തവർക്കിടയിലും ജൂതന്മാർക്കിടയിലൊക്കെ ഭയങ്കര ഭിന്നിപ്പുണ്ടായല്ലോ. അത് ആശയപരമായിട്ട് തന്നെ ഭയങ്കര എതിർപ്പുകളാണ്. നമ്മൾ ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വേറെ പല രൂപത്തിലായിരിക്കും. ഏതായിരുന്നാലും അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു തആല അവസാനം പറയാണ്, ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു തആല പറയുന്നു, നോക്കൂ, വകല്ലബ ബിഹി ഖൗമുക, നബിയെ അങ്ങയുടെ ജനത ആ ഖുർആനിനെ നിഷേധിച്ചു, അല്ലെങ്കിൽ അദാബിനെ നിഷേധിച്ചു. വഹുവൽ ഹഖ്, യഥാർത്ഥത്തിൽ അത് സത്യമാണ്, അത് സത്യമായിരിക്കെ അതിനവർ നിഷേധിച്ചു. ഖുല്ലസ്തു അലൈക്കും ബിവകീൽ, അവസാനമായിട്ട് പറയാണ്, നബിയെ അങ്ങ് അവരോട് പറയണം, ലസ്തു അലൈക്കും ബിവകീൽ, ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളല്ല, നിങ്ങളെ വക്കീലല്ല. എന്താ അങ്ങനെ പറയണ്ട അറിയോ? നിങ്ങളിപ്പോ ഞാൻ എത്ര പറഞ്ഞിട്ടും നന്നായില്ല, എന്നാലും എനിക്കതുകൊണ്ട് നഷ്ടമൊന്നും വരില്ല, എന്റെ കടമയാ നിർവഹിച്ചു. അത്രയുള്ള എന്റെ ഉദ്ദേശം. ഞാൻ നിങ്ങളെ വക്കീലല്ല, അത് പറഞ്ഞോളൂ. എന്റെ ദൗത്യം ഈ കാര്യങ്ങൾ സന്ദേശങ്ങൾ എത്തിച്ചേരാന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കാൻ സൗകര്യമില്ലെങ്കിൽ വേണ്ട, അതിന്റെ ഫലങ്ങൾ അനുഭവിക്കും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. നമ്മൾ ദ്വാരക്കേണ്ട ദിവസം കൂടി അല്ലാഹ് നമുക്ക് യാസീനോദും കൂടി വേണം. ഒന്ന് ഓതി അർത്ഥം വെക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, നബിയെ അങ്ങ് പറയുക, ചോദിക്കുക, ആരാണ് കടലിലെയും കരയിലെയും പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? തദഊനഹു തദർറുഅൻ വഖുഫിയ, രഹസ്യമായും ഭവ്യതയോടുകൂടെയും നിങ്ങൾ അവനോട് ദുആ ചെയ്യും. ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ, മാത്രല്ല ഞങ്ങൾ പറയുകയും ചെയ്യും, ഇതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഖുലില്ലാഹു യുനജ്ജീകും, പറയുക നബിയെ അവരോട്, അല്ലാഹുവാണ് നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇതിൽ നിന്ന് മാത്രല്ല, വമിൻ കുല്ലി കർബ്, സർവ്വ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് അല്ലാഹുവാണ്.
സുമ്മ അൻതും തുശ്രികൂൻ, വീണ്ടും നിങ്ങളിതാ മുശ്രിക്കീങ്ങളാകുന്നു. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബാ, പറയുക നബിയേ, അല്ലാഹു തആല കഴിവുള്ളവനാണ് നിങ്ങളുടെ മേലിൽ മുകൾ ഭാഗത്തിലൂടെ നിങ്ങളുടെ മുകളിലൂടെ അദാബിനെ കൊണ്ടുവരാൻ. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാൽപാദങ്ങളുടെ അടിയിലൂടെയും. ഔ യൽബിസകും ശിയഅൻ വയുദീക ബഅദകും ബഅസ ബഅദ്, നിങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുകയും അങ്ങനെ നിങ്ങൾ ചിലരോട് ശത്രുത വെക്കുകയും അങ്ങനെയും നിങ്ങളെ പരീക്ഷിക്കാം. ഒന്നൊരു കൈഫ നുസർറിഫുൽ ആയാത്ത്, എങ്ങനെയാണ് നാം ആയത്തുകളെ വിശദീകരിക്കുന്നത്, സവിസ്തരം വിശദീകരിക്കുന്നത് നോക്കൂ. ലഅല്ലഹും യഫ്ഖഹൂൻ, അവർ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണത്. വകദ്ദബ ബിഹി ഖൗമുക വഹുവൽ ഹഖ്, ഇത് സത്യമായിരിക്കാൻ അങ്ങയുടെ ജനത അതിനെ നിഷേധിക്കുകയാണ് നബിയെ. ഖുൽ ലസ്തു അലൈക്കും ബിവകീൽ, പറയുക നബിയെ അവരോട്, ഞാൻ നിങ്ങളുടെ മേലിൽ ഉത്തരവാദിത്വം ഏൽക്കുന്നവനല്ല, ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളല്ല. എനിക്കൊരു ധർമ്മമുണ്ട്, ഞാനത് നിർവഹിച്ചു, ബാക്കി ഒക്കെ അള്ളാഹുലേക്ക് വിടുകയാണെന്നുള്ള അർത്ഥത്തിലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാതിൽ ബർരി വൽ ബഹ്ർ തദ്ഊനഹു തളർറുഅൻ വഖുഫിയതൻ ലയിൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസകും ശിയഅൻ വയുദീഖ ബഅദകും ബഅസ ബഅദ്. انظر كيف نصرف الآيات لعلهم يفقهون. وكذب به قومك وهو الحق قل لست عليكم بوكيل. صدق الله العلي العظيم.